നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ച സ്ത്രീകളുണ്ടോ എന്ന് എല്ലാവരും നോക്കണേ. ആ വീടിൻ്റെ കൺകണ്ട മഹാലക്ഷ്മിയാണ് ഈ നാളുകാരായിട്ടുള്ള സ്ത്രീകളെന്ന് പറയുന്നത്. ഒരിക്കലും അവരെ വിട്ടുകളയല്ലേ. നിങ്ങളുടെ ഭാഗ്യമാണ്, നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യമാണ്. ഒരിക്കലും അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് കേട്ടോ. നിങ്ങളുടെ വീട് വീടായിട്ട് നിലകൊള്ളുന്നത്, നിങ്ങളുടെ വീടിന് ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരി നന്മയെങ്കിലും ഉണ്ടെങ്കിൽ ആ നന്മയ്ക്ക് കാരണക്കാരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെന്ന് പറയുന്നത്. അത്രയേറെ ആ വീടിന് ഐശ്വര്യം കൊടുക്കുന്ന നാളുകാരാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഏകദേശം 7-8 നാളുകാരെന്ന് പറയുന്നത്. ഈ നാളുകളിൽ ജനിച്ച ഒരു സ്ത്രീ നിങ്ങളുടെ അമ്മയാകാം, നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ മകളാകാം. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണ്, പറയാതെ നിവൃത്തിയില്ല. ജാതകവശാലും ജ്യോതിഷവശാലും ഈ നാളുകാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ നാളിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീ ആ വീടിൻ്റെ മഹാലക്ഷ്മിയായി കുടികൊള്ളും എന്നുള്ളതാണ്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഈ നാളുകാരികളായിട്ടുള്ള സ്ത്രീകളെ പറ്റി ചില കാര്യങ്ങളാണ്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീ ഒരു വീട്ടിലുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ്. ആ നാളുകാരില്ലാതാവുന്നതോടുകൂടി ആ വീടിൻ്റെ ഭംഗി തന്നെ കെടുമെന്നാണ് പറയുന്നത്. ആ വീടിൻ്റെ നിറം തന്നെ മങ്ങുമെന്നാണ് പറയുന്നത്. ആ നാളുകാരി ആ വീട്ടിലുള്ളിടത്തോളം കാലം ഒരുപക്ഷെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്നുള്ള പോലെ നമ്മൾ അവരെ തിരിച്ചറിയണമെന്നില്ല. അതേസമയം അവരില്ലാതായി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിയും അവരുടെ വില എന്തായിരുന്നു, അവരാ വീടിന് നൽകിയ ഐശ്വര്യം എന്തായിരുന്നു എന്നുള്ളത്. അത്രയേറെ പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം സ്ത്രീകളിൽ എന്ന് പറയുന്നത്. ഈ നക്ഷത്രക്കാർ എല്ലാം ഉള്ളിലൊതുക്കാൻ പഠിച്ചവരാകട്ടോ. ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 1000 ദുഃഖങ്ങൾ, 1000 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മറ്റുള്ള ആരെ അറിയിക്കാതെ എല്ലാം കടിച്ചമർത്തി ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് വിശാഖം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലതും വീട്ടിലുള്ളവരെ അറിയിക്കാതെ ഉള്ളിൽ കടിച്ചു നീട്ടി ജീവിക്കുന്നവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീകളാണ് വിശാഖം നക്ഷത്രക്കാരികളെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും കുടുംബത്തിനു വേണ്ടി ജീവിച്ച് മരിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഒരു കാലം അത്രയും തൻ്റെ മക്കൾക്ക് വേണ്ടി, ഒരു കാലം അത്രയും സഹോദരങ്ങൾക്ക് വേണ്ടി, ഒരു കാലം അത്രയും തൻ്റെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ജീവിച്ചവരാണ്. പലപ്പോഴും ഇവരെ തിരിച്ചറിയാൻ ലോകം വൈകിപ്പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖങ്കാരി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എണ്ണി വെച്ചിരിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ തിരിച്ച് അവരിതെല്ലാം 100% ഇവർ കാണിക്കുന്ന ആത്മാർത്ഥതയോടുകൂടി തിരിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് കയ്പാനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളവരുമാണ് ഈ സ്ത്രീകളെന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖങ്കാരിയായ സ്ത്രീ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിലെ കൺകണ്ട മഹാലക്ഷ്മിയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ ഒരു ഐശ്വര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമായിട്ട് പ്രതിഫലിക്കുന്നത് എന്നുള്ളത്. ഒരിക്കലും അവരുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. അവരെ ചേർത്ത് പിടിക്കുക. സാക്ഷാൽ മഹാലക്ഷ്മി തുല്യായവരെ എന്നും ജീവിതത്തിലൊപ്പം കൂട്ടുക. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊക്കെ അവരുടെ പങ്കുകൂടി ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വീട് രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ കുടുംബത്തിന് ഇനി എത്ര ദോഷകാലത്താണെന്ന് പറഞ്ഞാലും ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അപ്പം ഒന്നാമത്തെ നക്ഷത്രം വിശാഖമാണ്. വിശാഖക്കാർക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ നാളുകാരൊക്കെ ഇത് കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് വിലയിരുത്തി നോക്കാവുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ചതയംകാരി ഉണ്ടോ? ഉണ്ടെങ്കിൽ ദാ എഴുതി തരാം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സൗഭാഗ്യങ്ങൾക്കും മൂല കാരണം എന്ന് പറയുന്നത് ആ ചതയം നക്ഷത്രക്കാരിയായിരിക്കും.
പുറമേ നിന്ന് ചിലപ്പം കാണുമ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ജീവിതത്തിലെല്ലാം ഉണ്ടായത്, ചതയങ്കാർക്ക് വലിയ ഇതൊന്നും ഇല്ലെന്നൊക്കെ പറയും. പക്ഷെ മനസ്സിലാക്കുക, ആ ചതയങ്കാർ ആ വീട്ടിലുള്ളതിൻ്റെ ഐശ്വര്യമാണ് ആ വീടിനും ആ വീട്ടിലെ ഓരോ വ്യക്തികൾക്കും കിട്ടുന്നത്. സ്വന്തമായിട്ട് മാത്രമല്ല, ആ വീട്ടിലുള്ള ഓരോ നക്ഷത്ര ജാതകരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, ഓരോ നക്ഷത്ര ജാതകർക്കും ഉയർച്ച കൊണ്ടുവരാൻ കഴിയുന്ന, ഓരോ നക്ഷത്ര ജാതകർക്കും ഐശ്വര്യമായി തീരാൻ പറ്റുന്ന മറ്റൊരു നക്ഷത്രമാണ് ഈ ചതയം നക്ഷത്രം എന്ന് പറയുന്നത്. ചതയങ്കാർ പൊതുവെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഒരുപാട് കാണുന്നിടത്തല്ല, ചെണ്ടപ്പുറത്ത് കോല് വീഴുന്നിടത്തൊക്കെ പോയി ബഹളം ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ എല്ലായിടത്തും പോയി ഇടിച്ചു കയറുന്നവരോ ഒന്നും ആയിരിക്കത്തില്ല. എപ്പോഴും കഴിയുന്നത്ര ഒരു മൗനം പാലിച്ച് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഈ ചതയം നക്ഷത്രക്കാർ പൊതുവെ മനുഷ്യത്വമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി എത്ര വലിയ ശത്രു ആണെന്നുണ്ടെങ്കിലും, മനസ്സിൽ വല്ലാത്ത ദേഷ്യവും പകയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, മുന്നിൽ വന്ന് കരഞ്ഞപേക്ഷിച്ചാൽ അല്ലെങ്കിൽ മുന്നിൽ വന്ന് എന്തെങ്കിലും ഒരു കാര്യം വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചതയങ്കാരുടെ മനസ്സലിയുമെന്നാണ് പറയുന്നത്. ഈ ഒരു സ്വഭാവത്തെ ഒരുപാട് മുതലെടുത്ത ആളുകളും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. മനസ്സലിവുള്ളവരാണ്, കരുണയുള്ളവരാണ് പൊതുവെ ചതയം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാൾ വന്ന് ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തനിക്കില്ലെങ്കിൽ പോലും ചിലപ്പോൾ എടുത്തു കൊടുത്തെന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അവസരമൊക്കെ ജീവിതത്തിലുണ്ടാവും. എന്നാൽ ഇതൊക്കെ ചെയ്താലും ഇവർക്കൊരു ഉപകാരം വരുന്ന സമയത്ത് ഈ ആളുകൾ ആരും ഇവർക്ക് ഉതകത്തില്ല എന്നുള്ളതാണ്. ഇവർക്കൊരാവശ്യം വരുന്ന സമയത്ത് ഈ സഹായം ഇവർക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. ആ മനുഷ്യത്വമാണ് ഇവരെ ഈശ്വരാധീനത്തിൽ ഇത്രയധികം ചേർത്ത് നിർത്തുന്നത് എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും മക്കളുള്ളവരാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ചതയം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. നിങ്ങളുടെ അമ്മ ചതയങ്കാരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറയാൻ പറ്റും കേട്ടോ. മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നവരാണ് ചതയങ്കാരെന്ന് പറയുന്നത്. ചതയങ്കാരികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ ഈ പറയുന്ന ശരിയല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ? 100% ഇത്തരത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. മക്കളെ ചുറ്റിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിനപ്പുറം കടന്നു പോകുന്നത് എന്ന് പറയുന്നത്. ജീവിതത്തിൽ അത്രയധികം മക്കളോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരാണ് ചതയം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളവരാണ് ചതയങ്കാരെന്ന് പറയുന്നത്. അതിലൊന്നും തളർന്നു പോവാതെ ഈശ്വരനെയും കൂട്ടുപിടിച്ച് ഞാനിത് താണ്ടിപ്പോയേ മതിയാവുള്ളൂ, മുന്നോട്ട് പോകും എന്ന ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോയി വിജയിച്ചു വന്നവരുമാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. അപ്പം ചതയങ്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വീട്ടിലൊരു ചതയങ്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയായി കാണുക. നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യവും നിങ്ങളുടെ ഐശ്വര്യവും അതാണ് എന്നുള്ളതാണ്. 3ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. ഒരു സ്ത്രീ ജനിക്കാൻ ഏറ്റവും നല്ല നക്ഷത്രം ഏതാന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ സാധിക്കും, അത് മകം നക്ഷത്രമാണ് എന്നുള്ളത്. മകം പിറന്ന മങ്ക എന്നാണ് നമ്മൾ പറയാറുള്ളത്. മകം പിറന്ന മങ്ക. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാൻ പഠിച്ചവരാണ് ഈ മകം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങളോ ജീവിതത്തിൽ വലിയ 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 ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ് മകം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. വീണടം വിഷ്ണുലോകമാക്കാൻ പഠിച്ചവരാണ് മകം നക്ഷത്രക്കാരികളെന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു മകം നക്ഷത്രക്കാരി പിറന്നാൽ അല്ലെങ്കിൽ ഒരു മകം നക്ഷത്രക്കാരിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നാൽ അവിടെ ആരംഭിക്കുകയായി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച, നിങ്ങളുടെ വീടിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത്. ചെന്ന് കയറുന്ന വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്ന നക്ഷത്രം കൂടാണ് ഈ മകം നക്ഷത്രം എന്ന് പറയുന്നത്. ഒരു മകങ്കാരി വീട്ടിൽ വന്ന് കയറിയാൽ ആ വീട്ടിലെ അച്ഛന്, അമ്മയ്ക്ക്, ഭർത്താവായിട്ട് വരുന്ന യുവാവിന്, ഇവർക്കെല്ലാം അവിടുന്ന് അങ്ങോട്ട് ഉയർച്ച, ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇത് ചെന്ന് കയറുന്ന വീട്ടിലുള്ളവർ തിരിച്ചറിയത്തില്ല എന്നുള്ളൊരു വലിയൊരു തമാശ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ പഴിവാങ്ങലും അല്ലെങ്കിൽ പുച്ഛവും പരിഹാസവും ഒക്കെ കേൾക്കേണ്ടി വരുന്നവരാണ് മകം നക്ഷത്രക്കാരികൾ എന്ന് പറയുന്നത്. അതിനെയൊക്കെ അതിജീവിച്ച് ഇവർ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഇവരുടെ മഹത്വം ഒരു കാലത്ത് ഈ പറയുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുന്ന അവസ്ഥ കാലം കൊണ്ടിയെന്ന് എത്തിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു മകങ്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ എഴുതിത്തരാം, നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ കേന്ദ്രം ആ നക്ഷത്രമാണ്. ആ നക്ഷത്രകാരികൾ ആ വീടിനെ രക്ഷപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. സ്ത്രീകൾ ജനിക്കാൻ
ഏറ്റവും കെങ്കേമമായ നക്ഷത്രങ്ങളിലൊന്നാണ് രേവതി നക്ഷത്രം എന്ന് പറയുന്നത്. പുറമേ വലിയ ജാടക്കാരി അല്ലെങ്കിൽ തൻ്റേടി, ധിക്കാരി, അഹങ്കാരി എന്നൊക്കെ പേരുള്ള നക്ഷത്രക്കാരികളായിരിക്കും ഈ രേവതി നക്ഷത്രക്കാരിൽ അധികവും എന്ന് പറയുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവരാരുടെ അടുത്ത് അമിതമായിട്ട് ഒരു സ്വാതന്ത്ര്യം എടുക്കാനോ അമിതമായിട്ട് എല്ലാവരെയും കാണുമ്പം ചിരിച്ചുകൊണ്ട് ചെല്ലാനോ അങ്ങനെ ഒരു ടൈപ്പ് ആളുകളായിരിക്കില്ല എന്നുള്ളതാണ്. വളരെയധികം അളന്നു കുറിച്ച് ജീവിതത്തിൽ ബന്ധങ്ങൾ സൂക്ഷിക്കുകയും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ഒരുപാട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളാണ് രേവതി നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത്. ഒരുപാട് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കാട് കയറിയൊക്കെ അങ്ങ് ചിന്തിച്ച് കളയും. ചിലപ്പം ഈ ചിന്തിക്കുന്ന തന്നെ എന്തിനാ ദൈവമേ ഞാൻ ഇത്രയധികം ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചു പോകുന്ന നക്ഷത്രക്കാരികളാണ് ഈ രേവതി നക്ഷത്രക്കാരികൾ എന്ന് പറയുന്നത്. രേവതിക്കാർ ഒരു വീട്ടിൽ വന്ന് കയറിയാൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ പിറവിയെടുത്താൽ ആ വീട്ടിൽ സാമ്പത്തികാഭിവൃദ്ധി അതിനുശേഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചിലപ്പം നോക്കിയാൽ ഈ രേവതിക്കാരുടെ ജനനത്തിന് ശേഷമായിരിക്കും ആ വീട്ടിൽ ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. അല്ലെ രേവതിക്കാരെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ആ വീട്ടിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ആ വീടൊന്ന് സാമ്പത്തിക ഭദ്രത കൈവരിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇവരിയ്ക്കുന്നിടത്തേക്ക് ധനം വരുമെന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ് ഈ രേവതി നക്ഷത്രം എന്ന് പറയുന്നത്. മനസ്സിൽ 1000 കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും മുഖത്ത് ഇവരുടെ വരുത്തില്ല എന്നുള്ളതാണ്. ഉള്ളിൽ കാര്യങ്ങൾ ഒതുക്കാൻ പ്രത്യേക ഒരു കഴിവുള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പലരും ഇവരുടെ കഴിവ് തിരിച്ചറിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. പലപ്പോഴും അവളെ കൊണ്ട് അത് പറ്റില്ല, അല്ലെ അവളെ കൊണ്ട് അതൊക്കെ പറ്റൂ എന്നൊക്കെയുള്ള സംശയമുനകൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്ന നക്ഷത്രക്കാരാണ്. തനിക്ക് കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടും തൻ്റെ ചുറ്റുമുള്ളവർ അത് തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള പരാതിയുള്ളവരും കൂടാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഈ പരിഹസിക്കുകയും അല്ലെങ്കിൽ തങ്ങളുടെ കഴിവിൽ സംശയം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുടെ മുന്നിൽ ചിലപ്പോൾ ഏറ്റവും സ്വന്തം ആൾക്കാരായിരിക്കും കേട്ടോ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ഇവരുടെ കഴിവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളവരുടെ മുന്നിലൂടെ ഇവർ കഴിവ് തെളിയിച്ച് ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ തല ഉയർത്തി നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സ്ത്രീകളുമാണ് രേവതിക്കാരികളെന്ന് പറയുന്നത്. രേവതിക്കാരെ ഒരിക്കലും ജീവിതത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ രീതിയിൽ കാര്യപ്രാപ്തി എടുത്ത് കാര്യങ്ങൾ ചെയ്യും. അത് ലോകത്തെ മുഴുവൻ ചിലപ്പം അത്ഭുതപ്പെടുത്തിയെന്നും വരാം. അത്രയധികം പ്രത്യേകതയുള്ള സ്ത്രീ നക്ഷത്രമാണ് ഈ നക്ഷത്രം, രേവതി നക്ഷത്രം എന്ന് പറയുന്നത്. 5ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർ വരുന്നിടം, അതായത് അനിഴം നക്ഷത്രക്കാർ ജനിക്കണമെന്നോ ഒരു വീട്ടിൽ വന്നു കയറണമെന്നുമില്ല. അനിഴം നക്ഷത്രക്കാർ ചെല്ലുന്നിടത്ത് എന്തെന്നില്ലാത്ത സന്തോഷം അലയടിക്കുമെന്നാണ് പറയുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള നക്ഷത്രമാണ് അനിഴം നക്ഷത്രം എന്ന് പറയുന്നത്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആരാ? സൗഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെ എല്ലാം ദേവതയാണ്. ഭഗവതി ഉള്ളിടത്ത് സമ്പൽ സമൃദ്ധി ഐശ്വര്യവും വരുമെന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ മഹാലക്ഷ്മി തുല്യാണ് ഈ അനിഴം നക്ഷത്രക്കാരെന്ന് പറയും. ഇവരൊരു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വഴി അടയുമ്പം 100 വഴി തുറക്കുമെന്നാണ് പറയുന്നത്. വീടിൻ്റെ മഹാലക്ഷ്മി എന്ന് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാ. ഒരു വഴി അടഞ്ഞ് ദൈവമേ ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ ആയിരിക്കും ജീവിതത്തിൽ എന്നൊക്കെ നമ്മൾ വിഷമിച്ച് നിൽക്കുമ്പം ഈശ്വരനായിട്ട് ഈ നക്ഷത്രക്കാരവിടെ ഉള്ളത് കൊണ്ട് 100 വഴി തുറന്നു കിട്ടുമെന്നാണ് കാണുന്നത്. 100 വഴി തുറക്കും. ആ ജീവിതം അല്ലെങ്കിൽ ആ വീട് രക്ഷപ്പെടും എന്നുള്ളതാണ്. മനസ്സിൽ 1000 പദ്ധതികളും പ്ലാനും ഒക്കെ ഉള്ളവരാണ് ഈ പറയുന്ന അനിഴങ്കാരെന്ന് പറയുന്നത്. തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ ഒരു 50-100 പ്രാവശ്യം ആലോചിച്ചേ ഏതൊരു കാര്യവും ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചില കാര്യങ്ങളൊക്കെ നാവെടുത്ത് വളച്ചു കഴിഞ്ഞാൽ അതുപോലെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം കാണുന്നവരൊക്കെ പറയും അയ്യോ ഇവർ പറഞ്ഞിട്ട് അതുപോലെ നടന്നല്ലോ, ഇവർ കരിനാക്കാണോ എന്നൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കയറി ചോദിച്ചു കളയും. അത് അതുകൊണ്ടൊന്നുമല്ല, ഇവരുടെ നിരീക്ഷണ പാഠവും അഥവാ ഒബ്സർവേഷൻ സ്കില്ല് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചിന്തയും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവർ പലപ്പോഴും പല കാര്യങ്ങളും ഗ്രഹിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഇത് വേണ്ട അത് മതി എന്നൊരു തീരുമാനമൊക്കെ എടുക്കുന്നത് ശരിയായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഇവരുടെ ഒരു വാക്കിന് കൂടുതൽ വില സമ്മാനിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതേ കൊണ്ടുവരുള്ളൂ. ഇവരെ ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഒരുപക്ഷെ നിങ്ങളിപ്പോഴും നിങ്ങളുടെ വീട്ടിലുള്ള അനിഴങ്കാരിയോ മകളോ അല്ലെ ഭാര്യയോ അമ്മയോ സഹോദരിയോ ആ ഒരാളെ തിരിച്ചറിയാതിരിക്കുകയാണ്. തിരിച്ചറിയുന്ന ദിവസം വരും. നിങ്ങൾ വാനോളം പുകഴ്ത്തുന്ന ദിവസം വരും. പൂവിട്ട് പൂജിക്കുന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത്
അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരികൾ ഒരു വീടിൻ്റെ നിലവിളക്കാന്നാണ് പറയുന്നത്. അത്തം നക്ഷത്രക്കാരി ഒരു വീട്ടിൽ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ദുരിതങ്ങൾ അവസാനിച്ച് ഈശ്വരാധീനം പടികേറി വരിക എന്നാണ് പറയുന്നത്. അത്തം സ്ത്രീ ജനിക്കാൻ ഏറ്റവും ഗംഭീരമായിട്ടുള്ള നക്ഷത്രങ്ങളിലൊന്ന്. പലപ്പോഴും അത്തം ജനിക്കും പറയൂ അത്തം നക്ഷത്രമാണോ എന്ന് നെറ്റി വിളിക്കുന്നവരെ കാണാറുണ്ട്. ഇത് വല്ലാത്ത തെറ്റിദ്ധാരണയാണ്. അത്തം നക്ഷത്രത്തിൽ ഒരു സ്ത്രീ ജനിച്ചാൽ ആ വീട്ടിലേക്ക് സൗഭാഗ്യം പടികേറി വരും, സംശയമില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ്. അത്തംകാർക്ക് അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുള്ള നക്ഷത്രമാണ് എന്നുള്ളതാണ്. തൻ്റെ കഴിവും കഴിവുകേടും ഉത്തമ ബോധ്യമുള്ള നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റിക്കാനൊന്നും പറ്റത്തില്ല. എന്താണ് തനിക്ക് എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നൊക്കെ ഉള്ളത് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. അതുപോലെ തന്നെ കപട സ്നേഹം നടിക്കാൻ അറിഞ്ഞുകൂടാത്തവരാണ് അത്തം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. എന്താണ് കപട സ്നേഹം എന്ന് പറയുന്നത്? ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പുറമേ മറ്റൊന്ന് കാണിക്കാൻ അറിഞ്ഞുകൂടാത്തവരാണ് അത്തംകാരികളെന്ന് പറയുന്നത്. ചിലരുണ്ട് ഉള്ളിൽ ഭയങ്കര പകയും ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരിക്കും, പക്ഷെ പുറത്ത് ചിരിച്ച് കാണിക്കും, എല്ലാവരുടെയും തോളിൽ കൈയിട്ട് സംസാരിച്ച് വേറൊരു മുഖമായിരിക്കും. പക്ഷെ അത്തംകാർക്ക് അത് അറിയത്തില്ല കേട്ടോ. എന്താണ് ഉള്ളിലുള്ളത് അത് കൃത്യമായിട്ട് മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്, മുഖത്ത് എഴുതി വെക്കും എന്നുള്ളതാണ്. അതുപോലെ ആരെയും സോപ്പിടാനോ ആരുടെയും വാലായിട്ട് ജീവിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നവരല്ല അത്തംകാരികളെന്ന് പറയുന്നത്. ഇപ്പം സ്വന്തം അച്ഛനും അമ്മയായാലും ഭർത്താവായാലും ഒന്നും ഇവരെ അതിന് കിട്ടത്തില്ല, അത്തംകാരികളെ കിട്ടത്തില്ല. വളരെ ഉറച്ച ചങ്കുറപ്പോടുകൂടി എൻ്റേതായ ഒരു വ്യക്തിമുദ്ര ജീവിതത്തിൽ ഉണ്ടാകണം. എനിക്ക് മറ്റൊരാളുടെ, ഇനിയിപ്പം ഭർത്താവാണ്, മകനാണ്, അല്ലെങ്കിൽ അമ്മയാണ്, അച്ഛനാണെന്നുണ്ടെങ്കിൽ പോലും ചെറിയ പ്രായം തൊട്ടേ ഉള്ള ഒരു ശീലമാണ് തൻ്റേതായ കഴിയുന്നതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ തൻ കഴിവുകൊണ്ട് നിലയുറച്ചു പോകണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ജീവിതത്തിൽ എല്ലാത്തിലും സൂക്ഷിക്കുന്നവരാണ്. ശരിയാണോ? അത്തംകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ വേറെ ആർക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ശരിയാണെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. ഇതാണ് ഈ അത്തംകാരികളുടെ പ്രത്യേകത. ഒരു വീടിൻ്റെ മഹാലക്ഷ്മിയാണ്, കൺകണ്ട നിലവിളക്കാണ് ഈ പറയുന്ന അത്തം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഒരിക്കലും അവരെ ദ്രോഹിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാശം അവിടെ ആരംഭിച്ചു എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. ഒരു സ്ത്രീ ജനിക്കാൻ ഏറ്റവും കെങ്കേമമായ നക്ഷത്രങ്ങളിലൊന്നാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. ഏറ്റവും പ്രഭയുള്ള നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രമാണെന്നാണ് പറയുന്നത് അശ്വതിക്കാർ. നിങ്ങൾ ഈ അശ്വതിക്കാരെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എത്രയൊക്കെ ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും കഴിയുന്നതും അവരൊരു സ്മിതം അഥവാ ചിരി മുഖത്തൊളിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. തൻ്റെ ഉള്ളിലെ അല്ലലും അങ്കലാപ്പും ഒന്നും മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ല, താൻ അറിഞ്ഞാൽ മതി എന്ന് കരുതി ഒരു മന്ദസ്മിതം തൂക്കി ജീവിതത്തെ അപ്രോച്ച് ചെയ്യുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ലോക ഉപകാരികളായിരിക്കും കേട്ടോ. ഒരാൾ അയ്യോ എന്ന് വിളിച്ചാൽ ആദ്യം ഓടിയെത്താൻ മനസ്സുള്ളവരായിരിക്കും ഈ അശ്വതിക്കാരെന്ന് പറയുന്നത്. എല്ലാവർക്കും ഉപകാരിയായിരിക്കും. ചിലപ്പം ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും തൻ്റെ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഒരു ചരിത്രമൊക്കെ ഇവർക്ക് പറയാനുണ്ടാകും എന്നുള്ളതാണ്. അശ്വതിക്കാർ സ്ത്രീകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടും സെറ്റും വലിയ ഗ്യാങ്ങും ഒന്നും ഇവർക്കുണ്ടാവില്ല. ചിലപ്പോൾ കൂട്ടിനുള്ളത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്ത്രീകളോ കൂട്ടുകാരോ അല്ലെ ഒന്നോ രണ്ടോ കൂട്ടുകാരായിട്ടുള്ള വ്യക്തികളോ ഒക്കെ ആയിരിക്കും. അല്ലാതെ 10ഉം 15ഉം പേരും വലിയൊരു സംഘമൊന്നും ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും സൗഹൃദ വലയം ഉണ്ടാവില്ല. ഏറ്റവും പ്രിയപ്പെട്ട 2-3 പേരിൽ ഒതുങ്ങി, എന്നാൽ അത് വളരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സൗഹൃദമായി മാറ്റി ജീവിക്കുന്നവരാണ്. അശ്വതിക്കാർ സ്ത്രീകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുടുംബമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് വളരെ ഹോം സിക്കായിട്ടുള്ള മനുഷ്യരാണ്. ചിലപ്പോൾ ചാടിത്തുള്ളിയൊക്കെ പോവും, പക്ഷേ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പം തിരിച്ച് വീട്ടിൽ വന്നോളാഞ്ഞ കണക്കൊരു വല്ലാത്ത വീർപ്പുമുട്ടല. ചിലപ്പോൾ ഒരു യാത്രയ്ക്കൊക്കെ പോകുന്ന വലിയ സന്തോഷത്തിലായിരിക്കും, പോകുന്ന വഴിക്കായിരിക്കും അയ്യോ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരിക്കും. ആ വീട്ടിൽ വന്ന് കയറി സമാധാനമായിട്ടിരിക്കുമ്പോൾ ഇവർ അനുഭവിക്കുന്ന വല്ലാത്തൊരു നിർവൃതിയുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയധികം ഹോം സിക്കായിട്ടുള്ള സ്ത്രീകളെ കാണാൻ പറ്റുന്ന നക്ഷത്രവും ഈ പറഞ്ഞ അശ്വതി നക്ഷത്രമാണ്. അശ്വതിക്കാർ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക കൺകണ്ട മഹാലക്ഷ്മിയാണ് കേട്ടോ. ആ നാളുകാരെ മുൻനിർത്തി എല്ലാ കാര്യത്തിലും അവർക്ക് വേണ്ട സ്ഥാനം കൊടുത്ത് അവർ പൂജിക്കപ്പെട്ട് നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിന് ഗംഭീര വിജയങ്ങൾ വരുമെന്നാണ് പറയാൻ സാധിക്കുന്നത്. ആ വീടിൻ്റെ മഹാലക്ഷ്മിയായി ജ്വലിച്ച് ആ നക്ഷത്രക്കാരികൾ നിൽക്കും. എവിടെ അശ്വതിക്കാർ തിരസ്കരിക്കപ്പെടുന്നോ ദുഃഖിക്കപ്പെടുന്നോ അശ്വതിക്കാർ സ്ത്രീകളുടെ കണ്ണീര് വീഴുന്നോ ആ വീട് മുടിഞ്ഞ ചരിത്രമേ ഉള്ളൂ എന്നുള്ളത് കൂടി പറഞ്ഞു വെച്ചുകൊള്ളട്ടെ.
അപ്പം അശ്വതിക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ അശ്വതിക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, സർവം ഐശ്വര്യമാണ് അശ്വതി എന്നുള്ളത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞ പോലാണ് ഈ ചോതി നക്ഷത്രത്തിൻ്റെ കാര്യവും. അതായത് ചോതിക്കാരുടെ കണ്ണീര് വീണാൽ ആ വീട് മുടിയുമെന്നാണ് പറയുന്നത്. ചോതിക്കാരെവിടെ ദ്രോഹിക്കപ്പെടുന്നുണ്ടോ, ചോതിക്കാരായിട്ടുള്ള സ്ത്രീകളുടെ മനസ്സ് ആര് വിഷമിപ്പിക്കുന്നുണ്ടോ അവരുടെ നാശം അവിടെ തുടങ്ങി എന്ന് പറയാം കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാൾ നശിക്കണമെന്ന് വിചാരിക്കുന്നവരല്ല ചോതിക്കാർ. ദൈവമേ എല്ലാവർക്കും നല്ലത് വരുത്തണേ, എനിക്കും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ച് ഈശ്വരനോട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കല്ലേ എന്ന് കരുതി പോകുന്നവരാ. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ദ്രോഹം ഏൽപ്പിക്കണമെന്ന് കരുതി വരുന്ന ഒരുപാട് ആളുകൾ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ് ചോദിക്കാരെ സ്ത്രീകളെ ദ്രോഹിക്കുക എന്ന് പറയുന്നത്. എവിടെ ചോദിക്കാരായിട്ടുള്ള സ്ത്രീകൾ തിരസ്കരിക്കപ്പെടുന്നു, ഏത് വീട്ടിലാണ് ചോദിക്കാരായിട്ടുള്ള സ്ത്രീകൾ സങ്കട കണ്ണീരിൽ കഴിയുന്നത്, ഇനി എത്ര കോടീശ്വരനാന്ന് പറഞ്ഞാലും അവസാനമാണ് നാശമാണ് ഫലം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ വീട്ടിൽ ഒരു ചോദിക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ. അവരുടെ മനസ്സ് സന്തോഷിക്കും തോറും ആ വീടിന് ഉയർച്ചയാണെന്നാണ് പറയുന്നത്. ചോതി നക്ഷത്രത്തിൽ ഒരു സ്ത്രീ ജനിച്ചു കഴിഞ്ഞാൽ ആ വീടിന് അന്ന് വരെയുള്ള ദാരിദ്ര്യം അവസാനിക്കുമെന്നാണ് പറയുന്നത്. പുതിയ വഴികൾ ആ വീടിന് മുന്നിൽ തുറക്കപ്പെടും. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ആ വീടിന് മുന്നിൽ തുറക്കപ്പെടും. ആ വീട്ടുകാർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ ദോഷങ്ങൾ ഏറ്റിട്ടുണ്ടോ അതൊക്കെ തീർന്ന് ആ ജീവിതം അല്ലെങ്കിൽ ആ കുടുംബ ജീവിതം എന്താ പറയുന്നത്, സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കാരായിട്ടുള്ള സ്ത്രീകൾ ഒരു വീടിൻ്റെ വിളക്കാണെന്ന് മനസ്സിലാക്കുക. ഒരു കാര്യമൊക്കെ ചോദിക്കാരുടെ കയ്യിലൊന്ന് ഏൽപ്പിച്ച് നോക്കിക്കേ. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും കാണത്തില്ല, അവർ ചെയ്യുമോ, അവരെ കൊണ്ട് പറ്റുമോ, അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ. പക്ഷേ അങ്ങനല്ല, അവരെ ഒന്ന് ഏൽപ്പിച്ച് നോക്കിക്കേ. ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളവരാണ് ചോദിക്കാരെന്ന് പറയുന്നത്. പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടാറൊന്നുമില്ല കേട്ടോ. പലപ്പോഴും ചോദിക്കാരുടെ കാര്യം പറയുമ്പോൾ ഓ അവളെ കൊണ്ടൊന്നും ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല, ഒക്കില്ല, അവളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഒരു ഭാവമായിരിക്കും പലർക്കും. പക്ഷെ അങ്ങനല്ല, എവിടെയാണോ ചോദിക്കാരെ വേണ്ട പരിഗണന കൊടുത്ത് സ്ഥാനത്ത് നിർത്തുന്നത് അവിടെ ഒക്കെ വിജയവും ഐശ്വര്യവും വന്നിരിക്കും എന്നുള്ളതാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് ചോദിക്കാരായിട്ടുള്ള സ്ത്രീകളുടേത് എന്ന് പറയുന്നത്. ജീവിതം എന്നാലോചിക്കുമ്പം തൻ്റെ ജീവിതം, സ്വന്തം ജീവിതമെന്നൊന്ന് ചോദിക്കാർക്കില്ല. കുടുംബത്തിന് വേണ്ടിയാണ് പലപ്പോഴും ജീവിച്ചതും സംസാരിച്ചതും ഒക്കെ എന്ന് പറയുന്നത്. അത് അവരുടെ അവസാനം വരെ അങ്ങനെ ആയിരിക്കും. ഏറ്റവും വലിയ സത്യമാണത്. ഒരു ചോദിക്കാരിയായ സ്ത്രീ നിങ്ങൾക്ക് സഹോദരിയായോ അമ്മയായോ ഭാര്യയായോ മകളായോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാ എഴുതി വെച്ചുകൊള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന വരമാണ് ആ ചോദിക്കാരി എന്ന് പറയുന്നത്. ഇതാണ് ചോതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ ഈ പറഞ്ഞ ഏകദേശം 7-8 നാളുകാർ, ഈ സ്ത്രീകൾ വീട്ടിലുള്ളവർ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ആ വീടിൻ്റെ ഭാഗ്യമാണ് പറയാതെ വയ്യ എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഈ നാളുകാരെ പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും കേൾക്കാൻ സന്തോഷമേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.